സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. തൃപ്തികരമായ ജീവിതം എന്നതുകൊണ്ട് എന്താവും നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കെല്ലാവർക്കും തൃപ്തി വേണം, സുഖം വേണം, സന്തോഷം വേണം, സമാധാനം വേണം. എന്നാൽ നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ആ ഒരു ആത്മചിന്തനമാണ് അല്ലെങ്കിൽ സ്വയം വിശകലനമാണ് നമ്മളെ സന്തോഷകരമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായ തിരുത്തലുകൾ വരുത്താൻ കാരണമാകുന്നത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തൃപ്തികരമായ ആരോഗ്യം, തൃപ്തികരമായ സമ്പത്ത്, തൃപ്തികരമായ അറിവ്, തൃപ്തി നൽകുന്ന ആഹാരം, വസ്ത്രം, വീട്, വാഹനം, വിനോദം എന്നിവയെല്ലാം സംതൃപ്തി കണ്ടെത്തി കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമാണ് ജീവിതം സമാധാനപൂർണ്ണമാകുന്നത്. അപ്പോൾ തൃപ്തികരമായ ജീവിതം എന്നതുകൊണ്ട് എന്താവും ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ സുഖവും സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ തന്നെയാണ്. വെൽനസ് എന്ന സുഖവും ഇൽനസ് എന്ന് പറയുന്ന അസുഖവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ജീവിതത്തിൽ ഇൽനസ് ഉണ്ടാക്കുന്ന ചിന്താഗതികളുമുണ്ട്, വെൽനസ് ഉണ്ടാക്കുന്ന ചിന്താഗതികളുമുണ്ട്. വെൽനസ് നമ്മുടെ വെൽഫെയർ കണ്ടെത്താനുള്ളതാണ്. മനുഷ്യജീവിതത്തിൽ ക്ഷേമവും ഐശ്വര്യവും സുഖവും സംതൃപ്തിയും സ്നേഹവും സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിറയ്ക്കാൻ സഹായിക്കുന്ന മനസ്സാണ് ആരോഗ്യകരവും തൃപ്തികരവുമായ മനസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസംതൃപ്തിയും അശാന്തിയും നമ്മുടെ മനസ്സിന് അസുഖങ്ങളും അസൗകര്യങ്ങളും അസ്വസ്ഥതകളും തുടങ്ങിയ അധമമായ അവസ്ഥകളും സാഹചര്യങ്ങളുമാണ് നൽകുന്നതെന്ന തിരിച്ചറിവിൽ നിന്നുള്ള തൃപ്തികരമായ മാറ്റമാണ് നമ്മുടെ തൃപ്തികരമായ വളർച്ചയ്ക്കും നേട്ടത്തിനുമൊക്കെ കാരണമാകുന്നത്. നമുക്ക് ഈ പരസ്പര ആശ്രയത്തിലൂടെ മാത്രം, അതായത് കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ കൂട്ടായ്മകളിലൂടെയുള്ള സന്തോഷത്തിൽ നിന്നാണ് പോരായ്മകളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ പരിഹരിക്കപ്പെട്ട് ക്ഷേമത്തിലെത്തുന്നത്. പരസ്പര ആശ്രയം കൊണ്ടും കൂട്ടായ്മകൾ എന്ന് പറയുന്ന കൂടിച്ചേരൽ കൊണ്ടുമാണ് നമ്മൾക്ക് സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ പോരായ്മകളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ പരിഹരിച്ച് ക്ഷേമത്തിലെത്തുന്നത്. അപ്പോൾ ക്ഷേമത്തിലെത്തണമെങ്കിൽ കൂട്ടായ്മകൾ ഉണ്ടാകണം. അതിനാണ് കുടുംബം വേണം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട സ്ഥലം എന്ന് നമുക്ക് നേരത്തെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്ഷേമമുണ്ടാകുന്ന അല്ലെങ്കിൽ ഐശ്വര്യമുണ്ടാകുന്ന ആ ഒരവസ്ഥയ്ക്ക് പകരം നമ്മളെന്തിനാണ് ക്ഷാമമുണ്ടാക്കുന്നത്? എന്തിനും ക്ഷാമം, എന്തിനും പിശുക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇല്ലായ്മയിൽ നിന്നും കൂട്ടായ്മയിലൂടെ നമുക്ക് ക്ഷേമം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ക്ഷേമത്തിന് പകരം ക്ഷാമം ഉണ്ടാക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ പിന്മാറണം. അപ്പോൾ ക്ഷാമം എന്ന് പറയുന്നത് സ്നേഹത്തിന് ക്ഷാമം, സന്തോഷത്തിന് ക്ഷാമം, പണത്തിന് ക്ഷാമം, ആരോഗ്യത്തിന് ക്ഷാമം, ഇതെല്ലാം ക്ഷാമമായിരുന്നാൽ നമുക്ക് ക്ഷേമം എങ്ങനെയുണ്ടാകും? അപ്പോൾ ക്ഷാമമുണ്ടാക്കുന്ന ചിന്തകൾ നമുക്ക് ഒരിക്കലും ക്ഷേമം നൽകില്ല എന്നുറപ്പിക്കണം. നമുക്ക് എന്താണ് ഇതിൽ നിന്നൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നത്? നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മൾ അധ്വാനത്തിൻ്റെ അനന്തരഫലമായി ലഭിക്കുന്ന അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് അതൊരു അനുഗ്രഹമായി തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധ്വാനത്തിലൂടെയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ സംതൃപ്തി എന്ന് പറയുന്നതും ഒരു അനുഗ്രഹം തന്നെയാണ്. അത് അധ്വാനത്തിൻ്റെ അനന്തരഫലമായി കിട്ടുന്ന ഒരു സൗഭാഗ്യം കൂടിയാണ്. ഈ സംതൃപ്തിയിൽ നിന്നാണ് ആരോഗ്യം പോലും നമുക്ക് ലഭിക്കുന്നത്. അതായത് പണം നൽകുന്ന സംതൃപ്തി, ആഹാരം നൽകുന്ന സംതൃപ്തി, നല്ല വസ്ത്രം നൽകുന്ന സംതൃപ്തി, യാത്രകൾ നൽകുന്ന സംതൃപ്തി, ബന്ധങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി തുടങ്ങി ഒരുപാട് സംതൃപ്തികളുടെ ഒരു കൂട്ടായ്മയാണ് ജീവിതം എന്ന് പറയുന്നത്. ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ രീതികളെ അനുസരിച്ചിരിക്കും. നമ്മളുടെ മനസ്സിൻ്റെ പാറ്റേൺ എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഈ ചിന്തകൾ തൃപ്തികരമായി മാറുമ്പോൾ ജീവിതവും തൃപ്തികരമായി മാറാൻ തുടങ്ങും. തൃപ്തി കണ്ടെത്താനുള്ള പ്രവൃത്തിയാണ് നിവൃത്തിക്ക് കാരണമാകുക. അപ്പോൾ പ്രവൃത്തി നന്നായാലേ നിവൃത്തി ഉണ്ടാവുള്ളൂ, പ്രവർത്തിച്ചാലേ നിവൃത്തി ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അതായത് ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ചുരുക്കം. സുരക്ഷിതവും സംതൃപ്തവുമായ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ആദ്യ ലക്ഷ്യം തൃപ്തികരമായ ആരോഗ്യം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും ആരോഗ്യം തന്നെയാണ്. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അധ്വാനിച്ച് നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധികൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരോഗ്യത്തിൽ നിന്നാണ് സമ്പത്ത് അധ്വാനത്തിലൂടെ കണ്ടെത്തി അതിൻ്റെ അത്ഭുതകരമായ നേട്ടമായി അല്ലെങ്കിൽ അനുഗ്രഹമായി നമ്മുടെ മുന്നിലത് അനുഭവമാകുന്നത്. സംതൃപ്തിയും സ്നേഹവും സന്തോഷവും സമാധാനവും സുഖവുമുള്ള ജീവിതമാണ് നമ്മുടെ സൗഭാഗ്യം. എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്നത്. കോൺസെൻട്രേഷനേക്കാൾ പ്രധാനമാണ് അറ്റൻഷനോട് കൂടിയിട്ടുള്ള ആക്ഷനാണ് സാറ്റിസ്ഫാക്ഷന് കാരണമാകുന്നത്. ഏത് കാര്യത്തിലും ഒരു അറ്റൻഷൻ കൊടുക്കാൻ, ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അത് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ്
കോൺഷ്യസ്നെസ്സും സബ് കോൺഷ്യസ് എന്ന് പറയുന്ന ആ ഒരു ശക്തിയും പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഹാർമണിയിൽ നിന്ന് മാത്രമാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡായ ചോയ്സുകളുണ്ട്. ആ ചോയ്സുകളിൽ നിന്നാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് പോലും സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡായ ചോയ്സുകളിൽ നിന്നുമാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ പാഷനോടുള്ള കമ്മിറ്റ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയുമാണ് ഏറെ സംതൃപ്തിക്ക് വക നൽകുന്നത്. മികച്ച അധ്വാനവും അധ്വാനത്തിന് ശേഷമുള്ള സംതൃപ്തിയുമാണ് അത്ഭുതകരമായ അനുഗ്രഹമായി നമുക്ക് അനുഭവപ്പെടുന്നത്. മികച്ച അധ്വാനങ്ങളോട് ആരാധന ഉണ്ടാകുമ്പോൾ അവിടെ പ്രപഞ്ചത്തിൻ്റെ അധ്വാനവും കൂടി അനുഗ്രഹമായി വരും. ആ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ കരുനീക്കങ്ങളാണ് നമ്മൾക്ക് കരുതലായി കൂടെ വരുന്നത്. നിങ്ങൾ അധ്വാനിയാണെങ്കിൽ പ്രപഞ്ചവും പ്രകൃതിയും നിങ്ങളുടെ കരുപ്പിടിപ്പിക്കലിന് വേണ്ടി, കരുത്തിനു വേണ്ടിയുള്ള കരുതൽ നൽകുകയും ഒരു പുനഃക്രമീകരണത്തിനുള്ള അതിനിഗൂഢ പദ്ധതികൾ ഒരുക്കുകയും ചെയ്തിരിക്കും. അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും എപ്പോഴും പ്രകൃതി സന്നദ്ധമാണ്. പക്ഷേ നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ ആ അധ്വാനത്തിൻ്റെ മറ്റൊരംശം മറ്റൊരിടത്ത് താൻ പാതി ദൈവം പാതി എന്നതുപോലെ സംഭവിച്ചിരിക്കും എന്നത് ഉറപ്പാണ്. നമ്മുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും സംതൃപ്തമായ ഒരു ജീവിതത്തിനും വേണ്ടിയിട്ടുള്ള അധ്വാനത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അതിനുവേണ്ട ബേബി സ്റ്റെപ്പെങ്കിലും എടുക്കുക എന്നതാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയും എന്ന് നമ്മൾ തുടർച്ചയായി നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ തുടക്കം കുറിക്കുകയും ബിഗിൻ ചെയ്യുകയും ബ്ലാസ്റ്റ് ചെയ്യുകയും ബ്രാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സംതൃപ്തവും സന്തോഷകരവുമായ ജീവിതം നമ്മുടെ മാത്രം കടമയും ഉത്തരവാദിത്വമാണ്. മികച്ച അച്ചടക്കം ജീവിതത്തിൽ, അതായത് സ്വന്തം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രതികരണത്തിലും പ്രവർത്തനത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ തൃപ്തിക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചിന്തയിലായാലും വാക്കിലായാലും പ്രവൃത്തിയിലായാലും മികച്ച സംസ്കാരം കൊണ്ടുവരുമ്പോൾ അച്ചടക്കമുള്ള ഒരു ജീവിതം തൃപ്തികരമായി നമ്മുടെ മുന്നിൽ സംഭവിക്കാനുള്ള സാധ്യതയും അവസരങ്ങളുമൊക്കെ തെളിഞ്ഞു വരും. അതിനുവേണ്ട പരിശീലനവും വഴികാട്ടലും, അതായത് പ്രോപ്പർ ഗൈഡൻസും പ്രാക്ടീസും ഉണ്ടെങ്കിൽ സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത്. പക്ഷേ നമ്മളതിന് മുൻകൈ എടുക്കില്ല. നമ്മൾ മുൻകൈ എടുക്കാത്തിടത്തോളം കാലം നമ്മൾ നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടി ഒരിക്കലും പോസിറ്റീവ് ലൈഫ് ഉണ്ടാകില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ആത്മസംതൃപ്തി ഉണ്ടാകണമെങ്കിൽ ശ്രമിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ അധ്വാനിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അത് ഇന്നു മുതൽ ശ്രമിച്ചു തുടങ്ങുക, ഇപ്പോൾ മുതൽ ശ്രമിച്ചു തുടങ്ങുക. പരിശ്രമം നമുക്ക് കൂടുതൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിത്തരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ പരിശ്രമങ്ങൾ നമുക്ക് കൂടുതൽ പ്രാപ്തി നൽകും. അപ്പോൾ പരിശ്രമം എന്ന് പറയുന്നത് അവസാനിപ്പിക്കുന്നത് ആരോ അവർ തീർച്ചയായിട്ടും പരാജയപ്പെടും. പരിശ്രമം വീണ്ടും തുടരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഗോ അപ്പ് ചെയ്തിരിക്കും. പരിശ്രമം അവസാനിപ്പിക്കാതെ, ഗിവപ്പ് ചെയ്യാതെ, എന്ത് പരീക്ഷണങ്ങളുണ്ടായാലും എന്ത് പ്രതിസന്ധികളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും അതിൽ നിന്നുള്ള പ്രാപ്തി നേടിയെടുക്കാനും ശ്രമിക്കുന്നവരാണ് ജീവിച്ച് വിജയിക്കുന്നത്. പരിചയക്കുറവിൽ നിന്നാണ് പരാജയങ്ങളും എല്ലാവിധ അസംതൃപ്തികളും ഉണ്ടായി വരുന്നത്. അധ്വാനം എന്ന് പറയുന്നത് ആരാധനയായിട്ട്, പ്രവൃത്തി എന്ന് പറയുന്നൊരു പൂജയായിട്ട് എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ആത്മാർത്ഥമായിട്ട് ഗൗരവത്തോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി ശ്രമിച്ചു തുടങ്ങാം. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഏറ്റവും വിജയപ്രദമായ ഒരു ജീവിതത്തിലേക്ക്, ഏറ്റവും സംതൃപ്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ചെന്നു ചേരാം. എല്ലാവർക്കും സംതൃപ്തമായ ഒരു ജീവിതമുണ്ടാകട്ടെ. വിജയാശംസകളോടുകൂടി നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.